നമസ്കാരം. എല്ലാവർക്കും മാക്സിമത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ സീക്വൻസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോയിങ് സീക്വൻസസ്. കുറച്ച് സീക്വൻസസ് ഉണ്ടാക്കാനുണ്ട്. ഏതൊക്കെയാണത്? നമ്പർ ഓഫ് സൈഡ്സ്, സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. നമുക്ക് ആദ്യം നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് എഴുതണം. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 3, 4, 5, 6 എക്സെട്ര. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ് ആണ്. ഇപ്പോൾ 3 സൈഡ്സ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. നമുക്ക് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. n-2 × 180 ഡിഗ്രി. എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇപ്പോൾ 3 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗൺ, ദാറ്റ് ഈസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്താ വരാൻ നോക്കാം. എന്നിൻ്റെ അവിടെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 3 - 2 ദാറ്റ് ഈസ് 1 × 180 ഡിഗ്രി. എന്ത് വരും? 180 ഡിഗ്രി. നെക്സ്റ്റ് 4 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗൺ ആണ് സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എന്നിൻ്റെ അവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4 - 2 is 2. 2 × 180 ഡിഗ്രി. 180 ഡിഗ്രി × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360 ഡിഗ്രി. അതുപോലെ 5 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗൺ ആണ് റെഗുലർ പെൻറ്റഗൺ. അപ്പോൾ എന്നിൻ്റെ അവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 × 180 ഡിഗ്രി എന്ന് കിട്ടും. ദാറ്റ് ഈസ് 540 ഡിഗ്രി. സിമിലർലി 6 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗൺ ആണ് റെഗുലർ ഹെക്സഗൺ. അപ്പോൾ അതിൻ്റെ ഇവിടെ എന്നിന് പകരം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × 180 ഡിഗ്രി കിട്ടും. ദാറ്റ് ഈസ് 720 ഡിഗ്രി എക്സെട്ര. ഇപ്പോൾ സെക്കൻഡ് സീക്വൻസ് നമ്മൾ എഴുതി. ഇനി തേർഡ് വൺ ചോദിച്ചിരിക്കണേ സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അപ്പോൾ അത് നമുക്ക് എല്ലാ പോളിഗണിനും ഡിഫറെൻ്റ് അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു പോളിഗൺ എടുത്താലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ത് തന്നെയാണ് വരിക? 360 ഡിഗ്രി. 3 സൈഡ്സ് ഉള്ള പോളിഗൺ ആയാലും 4 സൈഡ്സ് ഉള്ള പോളിഗൺ ആയാലും 5 സൈഡ്സ് ഉള്ള പോളിഗൺ ആയാലും ഏതായാലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ പോളിഗൺസിൻ്റെ ഒക്കെ ഒരു ഇന്നർ ആംഗിൾ എന്താണോ വരുന്നത് അതിൻ്റെയൊക്കെ സീക്വൻസ് എഴുതണം. പിന്നെ ഒരു ഔട്ടർ ആംഗിൾ എന്താണ് വരുന്നത് അതിൻ്റെ സീക്വൻസും എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് എഴുതാം. നമ്മൾ ഫസ്റ്റ് 3 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗൺ ദാറ്റ് ഈസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു. നമ്പർ ഓഫ് സൈഡ്സ് എത്രയാ? 3. അപ്പോൾ 180 ഡിഗ്രി ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 60 ഡിഗ്രി. അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ 60 ഡിഗ്രി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുമ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് 360 ഡിഗ്രി ആയിരുന്നു. നമ്പർ ഓഫ് സൈഡ്സ് 4. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇന്നർ ആംഗിൾ 90 ഡിഗ്രി. നെക്സ്റ്റ് ഇസ് റെഗുലർ പെൻറ്റഗൺ. റെഗുലർ പെൻറ്റഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 540 ഡിഗ്രി ആയിരുന്നു. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ഇസ് 5 ദാറ്റ് ഇസ് 108 ഡിഗ്രി. അതുപോലെ തന്നെ 6 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗൺ ആണ് റെഗുലർ ഹെക്സഗൺ. അതിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 720 ഡിഗ്രി ആയിരുന്നു. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എക്സെട്ര. ഇതുപോലെ 7 സൈഡ്സും 8 സൈഡ്സും വരുന്നതൊക്കെ തന്നെത്താനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഒരു ഔട്ടർ ആംഗിൾ എന്ത് വരും എന്നുള്ള സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമ്മൾ പഠിച്ചു. എല്ലാ പോളിഗണിൻ്റെയും 360 ഡിഗ്രിയാണ്. ഇപ്പോൾ 360 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് 120 ഡിഗ്രി. നെക്സ്റ്റ് നമ്മൾ സ്ക്വയറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് മാറുന്നില്ല, 360 ഡിഗ്രി തന്നെയാണ്. പക്ഷേ നമ്പർ ഓഫ് സൈഡ്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നെക്സ്റ്റ് റെഗുലർ പെൻറ്റഗണിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി തന്നെ. നമ്പർ ഓഫ് സൈഡ്സ് 5. അപ്പോൾ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ നമുക്ക്
72 ഡിഗ്രി. ഇതുപോലെ റെഗുലർ ഹെക്സഗൻ്റെ നമ്മൾ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇതും 7 സൈഡ്സും 8 സൈഡ്സും ഒക്കെ വരുമ്പോൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ.